ലെറ്റൂസ് ടാരോ 1111ലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചധികം നാളുകളായി റീഡിങ് ചെയ്തിട്ട് കുറേയധികം തിരക്കിൽപ്പെട്ടുപോയി. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നിരുന്ന ആളുകളാണെങ്കിൽ ദയവേത് ക്ഷമിക്കുക. മുടങ്ങാതെ റീഡിങ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഒരു 1 വീക്ക് 2 വീക്ക് സമയത്തിനുള്ളിൽ നിങ്ങളിലേക്ക് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ആദ്യം തന്നെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ 2 സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ 2 വ്യക്തികളിൽ എല്ലാം പെട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളൊരു ജോലിക്ക് പോവാനാണെങ്കിൽ 2 കാര്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾക്ക് അതിലേത് പോകണമെന്ന് അറിയാതെ നിങ്ങൾ വിഷമിച്ച് നിൽക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ അതിലേതാണ് സെലക്ട് ചെയ്യുന്നത് എന്നറിയാതെ നിൽക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് 2 റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ടാവാം. ആ റിലേഷൻഷിപ്പിൽ ഏതാണ് എനിക്ക് ആപ്റ്റായത് എന്നുള്ളത് അറിയാതെ നിങ്ങൾ അതിലൊരു ഡിസിഷൻ എടുക്കാൻ കഴിയാതെ നിൽക്കുന്നവരായിരിക്കാം. അപ്പൊ ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ആ 2 സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് കഴിയുന്നു. അതായത് ഒരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെയധികം സ്ട്രഗിൾഡ് ആയിട്ട് പോയിരുന്ന വ്യക്തികളാണ്. അപ്പൊ ആ സ്ട്രഗിളിൽ നിന്ന് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ട ഒരു വഴി നിങ്ങൾക്ക് കിട്ടുന്നു. അതിന് വേണ്ട ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ വരുന്നതായിട്ടാണ് കാണാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെ ഒറ്റപ്പെട്ട് നിന്നിരുന്ന വ്യക്തികളാണ് എങ്കിൽ, അതായത് നിങ്ങൾ പല സാഹചര്യങ്ങൾ കൊണ്ടും സ്വയം ഒറ്റപ്പെട്ട് മാറി നിന്നതാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ മാറ്റിപ്പെട്ട് നിന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ നിന്ന് വളരെ ഡിപ്രസ്ഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒരു അവസരം വരുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെങ്കിലും ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു. പക്ഷെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ചില കാര്യങ്ങളിൽ ഓൾറെഡി ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്, നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിലൊക്കെ ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയെ കാണാതെ പോകരുത് എന്നാണ് പറയാനുള്ളത്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി വളരെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു വളരെ നല്ലൊരു കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതായത് 4 ഓഫ് വാൻഡ്സ് ആണ്. വളരെയധികം ഹാപ്പിനെസ്, സന്തോഷം, അതുപോലെ ടുഗദർനെസ്, നിങ്ങളുടെ ഫാമിലിയെ ഒന്നിച്ച്, സുഹൃത്തുക്കളും ഒന്നിച്ചെല്ലാം ഒന്നിച്ച് ചേർന്ന് ആഘോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒന്നിച്ചു ചേരലിന്റെ അത് പല രീതിയിലായിരിക്കാം. പഴയ സുഹൃത്തുക്കളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബാല്യകാല സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആ പ്ലേസിൽ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള ചില മൊമെന്റുകൾ അവിടെ ഉണ്ടാവുന്നതായിരിക്കാം. എന്തായാലും ഒരു ആഘോഷത്തിന്റെ ഒരു കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എനിക്ക് 1111 ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 1111 എന്ന ആ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്ന വ്യക്തികൾക്ക് ഇത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് വരുന്നു, സ്റ്റെബിലിറ്റി വരുന്നു, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു. അതായത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ജോലി കിട്ടാനായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നു. ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്നു. റിലേഷൻഷിപ്പ് വൈസ് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ധാരാളം ചോയ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോയ്സസ് വരുമ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അതിൽ നിങ്ങൾക്ക് അനുകൂലമായത് എന്താണ് എന്ന് തിരഞ്ഞെടുക്കുക. അതിനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പൊ അതിൽ നിന്നും വളരെ നിങ്ങൾക്ക് അനുയോജ്യമായത് ഏതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഉതകുന്നത് ഏതാണ്, ആ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സെലക്ട് ചെയ്യുക.
എന്തു തന്നെയായാലും അതിലൂടെ നിങ്ങളുടെ ആ ഒരു സെലക്ഷനിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഹോപ്പ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. അപ്പൊ നല്ലൊരു ജോലിയിലേക്ക് നയിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ആയിരിക്കാം, ജോലി ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഒരു ഹോപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 10 ഓഫ് പെന്റക്കിൾസ് എനർജി, ഒരു ഫിനാൻഷ്യലി വളരെയധികം നിങ്ങൾ സ്റ്റേബിൾ ആവുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ഫാമിലി ഒന്നിച്ച്, നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഫാമിലി ഒന്നിച്ച് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ടുഗദർനെസ്സിനുള്ള ഒരു അവസരം വരുന്നു. നിങ്ങളുടെ അതുപോലെ തന്നെ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള പ്രായമായ വ്യക്തികളിൽ നിന്ന് അവരുടെ ഒരു അനുഗ്രഹം, സപ്പോർട്ട്, അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വളർത്തു മൃഗങ്ങൾ ഇഷ്ടമുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മൃഗങ്ങളുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുമായിട്ടൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ ഐഡിയ, നിങ്ങൾക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായിരിക്കാം, അങ്ങനെ ഒരു ഐഡിയ നിങ്ങളിലേക്ക് വരുന്നു. ഇന്റലക്ച്വലി നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വരുന്നു. ഒരുപക്ഷെ നിങ്ങൾ പുതിയൊരു കാര്യം പഠിക്കുന്നതാവാം. അങ്ങനെ എന്തോ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മുന്നിലേക്ക് ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. വീണ്ടും ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിൾ ആവുന്നത് പോലെ ഇമോഷണലി ഒരു ഫുൾഫിൽമെന്റ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. അത് പലർക്കും ഒരു മാരേജ് പോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന്റെ ഈ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ മറ്റൊരു ഫേസ് ആണ്. നിങ്ങളുടെ മറ്റൊരു ഫേസ്, അതായത് അത്രയും ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഫേസിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ വളരെയധികം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയുന്ന വളരെയധികം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു ഫേസിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ആ ഒരു ഫേസിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ചില ഒളിഞ്ഞോട്ടങ്ങൾ, അസൂയാലുക്കളുടെ അത്തരം അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഒരു റീഡിംഗ് ആരുടെയൊക്കെ മുന്നിലേക്കാണ് എത്തുന്നത് എന്ന് എനിക്കറിയില്ല. ആരൊക്കെയാണോ ഈ റീഡിംഗ് കാണാനായിട്ട് പോകുന്നത് അവർക്ക് ഉള്ള ഒരു റീഡിംഗ് ആണിത്. ഓക്കെ, അപ്പം മറ്റുള്ളവർക്ക് അത്രയധികം അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു. വളരെയധികം സ്ട്രെങ്ത് നിങ്ങൾക്ക് വരാൻ പോകുന്നു. അതുപോലെ നിങ്ങളെ ചതിച്ച അല്ലെങ്കിൽ നിങ്ങളെ വഞ്ചിച്ച് പോയ വ്യക്തികൾക്ക് മുന്നിൽ വളരെ സ്ട്രെങ്തോടു കൂടി നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ട്, അതായത് ആര് കാരണമാണോ അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ കാരണമാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡിപ്രഷൻ അനുഭവിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തളർന്നു പോയി അല്ലെങ്കിൽ തകർന്നു പോയി എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്, അവരുടെ മുന്നിലൊക്കെ വളരെ സ്ട്രെങ്ത് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ മുന്നിൽ അവര് നോക്കുമ്പോൾ അവർക്ക് അസൂയ തോന്നുന്ന രീതിയിൽ അത്രയും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതം അടിച്ചു പൊളിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പൊ അത്രയും ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് വരുന്നു. അതുപോലെ മാരേജിന് വേണ്ടി കാത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ശരിയാവുന്നുണ്ട്. പാരന്റ്സിന്റെ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് അതിനനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുന്നതൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ വളരെ നല്ലൊരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ ഒരു കാര്യം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിലും ഒരു കൺഫർമേഷൻ, ഒരു ഡബിൾ കൺഫർമേഷന് വേണ്ടിയിട്ട് കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. ലെറ്റർ എഫ്, വയനാട് ഡിസ്ട്രിക്ട്. ലെറ്റർ എച്ച്, ലെറ്റർ എസ്. ലെറ്റർ ബി, നമ്പർ 3, തൃശൂർ ഡിസ്ട്രിക്ട്. നമ്പർ 29, ആലപ്പുഴ ഡിസ്ട്രിക്ട്. പൂയം നക്ഷത്രം, കാസർഗോഡ് ഡിസ്ട്രിക്ട്. ഫെബ്രുവരി മന്ത്, ചാതയം നക്ഷത്രം. എറണാകുളം ഡിസ്ട്രിക്ട്, ജൂലൈ മന്ത്. ഇത്രയൊക്കെയാണ് ക്ലോസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ക്ലോസ് കൂടെ വന്നിട്ടുള്ളവർക്ക് ഇതൊരു ഡബിൾ കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫ്
എല്ലാ ആ സ്ട്രഗിൾ മാറി വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട്, അതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ടും, അതിൽ നിന്ന് നല്ല ഒരു ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് വളരെ ഹാപ്പി ആയിട്ടുള്ള ഇമോഷണലി, ഫിനാൻഷ്യലി എല്ലാം നിങ്ങൾക്കൊരു ഫുൾഫിൽമെന്റ് ലഭിക്കുന്ന ഒരു ന്യൂ ഫേസിലേക്ക് നിങ്ങളുടെ ലൈഫ് കടക്കാൻ പോകുന്നതായിട്ട്, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിലെ പോസിറ്റീവായ റീഡിംഗ് നിങ്ങൾ ലൈഫിലേക്ക് ക്ലെയിം ചെയ്യുക. നമുക്ക് അടുത്ത റീഡിംഗിൽ വീണ്ടും കാണാം.